രാജിവെക്കൂ ധർമ്മേന്ദ്ര പ്രധാൻ. ഇത്രയും നാളെത്തിയ താരപ്രതികരണങ്ങളിൽ അതിവേഗം വൈറലാവുകയാണ് ജ്യോതികയുടെ വാക്കുകൾ. ബാലൻസിംഗ് നയത്തിലൂന്നിയ പ്രതികരണങ്ങളും അവയുടെ ചർച്ചകൾക്കുമിടയിൽ കേന്ദ്രമന്ത്രിയുടെ കേന്ദ്രത്തിന്റെ പേര് പറയാൻ മടിച്ചവർക്കിടയിൽ തന്റെ പ്രതികരണത്തിന്റെ ആദ്യ വരിയിൽ അവർ കുറിച്ചു, രാജിവെക്കൂ, സ്ഥാനമൊഴിയൂ ധർമ്മേന്ദ്ര പ്രധാൻ. കയ്യടികൾ നിറയുകയാണ് അവരുടെ കമന്റ് ബോക്സിൽ, അതിനൊപ്പം വിദ്വേഷവും. ജന്തർ മന്ദറിൽ CJPയുടെ നേതൃത്വത്തിൽ നീറ്റ് പരീക്ഷാ ക്രമക്കേടിനെതിരെ തുടങ്ങിയ സമരത്തിന് ഒരു മാസത്തിലേറെയായി ആയുസ്. അന്നു തൊട്ട് ഇന്ന് വരെ ആ പ്രതിഷേധത്തെ അനുകൂലിച്ചും പ്രതികൂലിച്ചും നിരവധി പേർ രംഗത്തെത്തി. അതിൽ സിനിമാ താരങ്ങൾ, കായിക താരങ്ങൾ, ഇൻഫ്ലുവൻസേഴ്സ്, അങ്ങനെ എല്ലാ വിഭാഗം മനുഷ്യരുമുണ്ട്. ഒരൊറ്റ പോസ്റ്റിൽ ലക്ഷക്കണക്കിന് ജനങ്ങളിലേക്ക് ആ സമരത്തിന്റെ ഇന്റൻസിറ്റി എത്രത്തോളമെന്ന് എത്തിക്കാൻ കഴിവുള്ള താരങ്ങളുടെ പ്രതികരണത്തിനായി സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ മുറവിളി ഉയരാൻ തുടങ്ങിയിട്ട് നാളേറെയായി. ആ പ്രതികരണങ്ങൾ കൂടുതലായും വന്നു തുടങ്ങിയത് പോലീസ് വിദ്യാർത്ഥികൾക്ക് നേരെ അഴിച്ചുവിട്ട ലാത്തി ചാർജിന് ശേഷമാണ്. പിന്നാലെ എത്തിയ താരപ്രതികരണങ്ങളിൽ വിദ്യാർത്ഥികളുടെ ആവശ്യങ്ങൾക്കായി ശബ്ദിച്ചവരുടെ കമന്റ് ബോക്സ് വെറുപ്പ് കൊണ്ട് നിറഞ്ഞു. അവരുടെ വീടിന് മുന്നിൽ സംഘപരിവാർ സംഘം മാർച്ചുമായി എത്തി. പിന്തുണയുമായി എത്തുന്നവരോട് എന്തുകൊണ്ട് ഇത്ര വൈകിയെന്നും നിങ്ങൾ അവരുടെ കയ്യിൽ നിന്ന് പണം വാങ്ങിയല്ലേ ഇവിടെ വന്ന് സംസാരിക്കുന്നു എന്നും പറഞ്ഞ് പിന്തിരിപ്പിക്കാൻ നോക്കി. പല പ്രതികരണങ്ങളിലും ബാലൻസിംഗ് നയമാണ് നാം കണ്ടത്. ഭരണകൂടത്തെ വെറുപ്പിക്കാതെ വിദ്യാർത്ഥികൾക്കൊപ്പമെന്ന് തോന്നിക്കുന്ന ChatGPT കണ്ടന്റുകൾ പല വാളുകളിലും നിറഞ്ഞു. കഴിഞ്ഞ കുറച്ച് ദിവസമായി ഇങ്ങ് കേരളത്തിലും അതാണ് ചർച്ച. അവിടെയാണ് ഒരൊറ്റ പോസ്റ്റിൽ ജ്യോതിക വ്യത്യസ്തയാകുന്നത്. ഒരു ബാലൻസിംഗുമില്ല. തനിക്ക് പറയാനുള്ളത് ക്രിസ്റ്റൽ ക്ലിയറായി അവർ പറഞ്ഞു. സമരം ചെയ്യുന്ന വിദ്യാർത്ഥികളുടെ പ്രധാന ആവശ്യത്തെ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാന്റെ രാജിയെ തന്റെ പ്രതികരണത്തിന്റെ ആദ്യ വരിയായി കുറിച്ചു. എത്ര പേർ, എത്ര സെലിബ്രിറ്റികൾ അങ്ങനെ ചെയ്തു, ആ ധൈര്യം കാട്ടി. ധർമ്മേന്ദ്ര പ്രധാൻ സ്ഥാനമൊഴിയുക, രാജിവെക്കുക. രാജ്യത്തെ വിദ്യാർത്ഥികൾക്കൊപ്പവും അവരുടെ ഭാവിക്കൊപ്പവുമാണ് ഞാൻ ഉത്തരവാദിത്തത്തിനൊപ്പം നിൽക്കുന്നു. ജനാധിപത്യ ഇന്ത്യക്ക് വേണ്ടിയും വിദ്യാഭ്യാസ പരിഷ്കരണത്തിന് വേണ്ടിയും നിലകൊള്ളുന്നു. അഭിജിത് ദീപ് കെ, സൗരവ് ദാസ്, നിങ്ങളെപ്പോലെയുള്ള മക്കളെ വളർത്താൻ കഴിയുന്ന അമ്മമാരാകാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. മറയില്ലാതെ കാര്യങ്ങൾ തുറന്നു പറയുന്ന ജെൻസി തലമുറയോർത്ത് അഭിമാനിക്കുന്നു. നമ്മളാണ് ഇന്ത്യയെന്ന് നിങ്ങൾ ഒന്നിച്ചു തെളിയിച്ചു. സമ്മർദ്ദങ്ങളെ തകർത്തെറിഞ്ഞതിന്, ഞങ്ങളെ നിർഭയരാക്കിയതിന് നന്ദി. ജയ് ഹിന്ദ്. ജ്യോതികയുടെ വാക്കുകളിൽ ഭരണകൂടത്തെ പറ്റിയുള്ള പേടിയില്ല. കേന്ദ്ര സർക്കാരിന്റെ ക്രൂരതയിൽ വലയുന്ന രാജ്യത്തെ വിദ്യാർത്ഥികളോടുള്ള ഐക്യദാർഢ്യം മാത്രമാണ് അവിടെ പ്രകടമാകുന്നത്. വിമർശനം വന്നപ്പോൾ കമന്റ് ബോക്സ് പൂട്ടിപ്പോയവർക്കിടയിൽ തന്റെ കമന്റ് ബോക്സിൽ എത്തുന്ന വിമർശനങ്ങൾക്കും കൃത്യമായ മറുപടിയുണ്ട് ജ്യോതികയ്ക്ക്. കുട്ടികളെ പിന്തുണയ്ക്കുന്നത് ഓക്കെ, പക്ഷേ അവർ സർക്കാർ സ്വത്തുക്കൾ നശിപ്പിക്കുന്നതിനെ പിന്തുണയ്ക്കരുതെന്നായിരുന്നു ഒരു കമന്റ്. അതേ കുട്ടികളുടെ തലയും ശരീരവും സർക്കാർ തല്ലിച്ചതക്കുന്നത് കാണുന്നില്ലേ എന്ന മറുചോദ്യം താരം ഉന്നയിച്ചു. പെയ്ഡ് പാർട്ണർഷിപ്പിന് CJPക്ക് നന്ദിയുണ്ടെന്ന് കൂടി പറയാൻ പറഞ്ഞയാളോട് എതിർ പാർട്ടിയിൽ നിന്ന് നിങ്ങൾ പണം കൈപ്പറ്റിയെന്ന് ഞാനും പറയട്ടെ എന്നായി ജ്യോതികയുടെ ചോദ്യം. അങ്ങനെ തനിക്ക് നേരെ തിരിയുന്ന ചോദ്യങ്ങളിൽ നിന്ന് ഒളിച്ചോടാതെ കൃത്യമായ മറുപടി നൽകി വിമർശകരുടെ വായടപ്പിക്കുന്ന ജോലി കൂടി ഭംഗിയായി ജ്യോതിക നിർവഹിക്കുന്നു. സമരത്തിന് പിന്തുണയുമായി എത്തിയ സൽമാൻ ഖാൻ യൂട്ടേൺ അടിച്ചത് നാം കണ്ടു. തന്റെ പോസ്റ്റിനെത്തിയ ബാക്ക്ലാഷസിന് പിന്നാലെ കമന്റ് ഇടുന്നവരെ ബ്ലോക്ക് ചെയ്തെന്ന ആരോപണം പേളി മാണിക്കെതിരെ ഉയർന്നു. കമന്റ് സെക്ഷൻ എന്റെ അഭിപ്രായ സ്വാതന്ത്ര്യത്തിന്റെ പ്രതിഫലനമാണെന്ന് പറഞ്ഞ പേളി പിന്നാലെ അത് ഓഫ് ചെയ്തു. തന്റെ ഇഷ്ടനിറം സാഫ്രോൺ ആണെന്ന് പറഞ്ഞിട്ട പേളിയുടെ സ്റ്റോറിയും വലിയ രീതിയിൽ വൈറലായി. സമരത്തെ പിന്തുണയ്ക്കുന്ന രഞ്ജിനി ഹരിദാസിന്റെയും പേളിയുടെയും ഒരു റിയാലിറ്റി ഷോയിലെ വീഡിയോകളും ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ വൈറലാണ്. സമരത്തിന് പിന്തുണയുമായി ആദ്യമെത്തിയ താരങ്ങളിൽ ഒരാളാണ് ടൊവിനോ തോമസ്. ഇതിന് പിന്നാലെ ടൊവിനോയുടെ വീടിന് മുന്നിൽ യുവമോർച്ച പ്രവർത്തകർ വായ മൂടിക്കെട്ടി പ്രതിഷേധ സമരം നടത്തി. ആസിഫ് അലി, ദുൽഖർ സൽമാൻ, മമ്മൂട്ടി, പ്രകാശ് രാജ്, ഷബാന ആസ്മി തുടങ്ങിയ ഒട്ടേറെ താരങ്ങൾ സമരത്തിന് പിന്തുണയുമായി ഇതിനോടകം എത്തിയിട്ടുണ്ട്. ഒടുവിലിതാ സമ്മർദ്ദങ്ങൾക്കും പ്രതിഷേധങ്ങൾക്കും കീഴടങ്ങി ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെച്ചിരിക്കുന്നു. പാറ്റകളുടെ സമരത്തിന്റെ മുഖ്യ ലക്ഷ്യങ്ങളിൽ ഒന്നുകൂടി വിജയം കണ്ടിരിക്കുന്നു.